Hey guys, welcome back to our channel. ഞങ്ങളുടെ ഈ ലുക്കൊക്കെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗോവ ട്രിപ്പ് പോയി കഴിഞ്ഞ് വന്നൊന്ന് കുളിച്ച് തേച്ചൊരച്ച് കുളിച്ച് റെഡി ആയിരിക്കുകയാണ്. സോ ഗോവയിൽ നിന്ന് എന്തൊക്കെ വാങ്ങി എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് കിടക്കാലോ. അപ്പൊ നമുക്കും വേണ്ടി മാത്രമല്ല, നമ്മൾ കുറെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് ഞങ്ങളുടെ അറിയണവർക്കൊക്കെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് ഗോവയിൽ നല്ല റേറ്റ് ആണ്, നല്ല റേറ്റ് കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാമാന്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. സോ നമ്മളിവിടെ ഷോപ്പൊക്കെ ആയ കാരണം നമുക്കറിയാം ഇവിടുത്തെ റേറ്റ് എത്രയ്ക്ക് കിട്ടുന്നൊക്കെ. പക്ഷെ എന്നാലും ഗോവയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കണല്ലോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ. തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ പാറക്കുട്ടിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്യൂട്ട് ബാഗ്. ഇതിന് 150 രൂപ വില കേട്ടോ. അത് ഈ ഒരു പിക്രിയാറ്റി സാധനത്തിന് നമ്മുടെ അവിടെ 50 രൂപയ്ക്ക് കിട്ടുന്നേ. ആ കൂടി ഒരു പൗച്ച് ഒരു കള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് വേണമെന്നുള്ള ഭയങ്കര വാശിയായിരുന്നു. സോ പാറക്കുട്ടനെ വാങ്ങിച്ചതാണ് ഇത്. അടുത്തുള്ളത് അഞ്ചേച്ചിയുടെ ഷോപ്പിലെ ജെസ്സിക്കും സ്നേഹയ്ക്കും ഉള്ളതാണ്. ബാഗാണ് കേട്ടോ. 450 രൂപയുടെ ബാഗാണ് കാണുന്നത്. സോ ഇതൊരു നമ്മുടെ കക്കയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന് റേറ്റ് എന്താണെന്ന് പറഞ്ഞ കാരണം ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. പിന്നെ എന്താണ്, ഇതിങ്ങനെ അടയ്ക്കാൻ പറ്റും. അതിനാണ് 450 രൂപ എന്ന് പറഞ്ഞിട്ടോ. 450 രൂപ നമ്മുടെ ഇവിടെ നല്ല റേറ്റ് കുറവിന് കിട്ടുന്നതാണ് കേട്ടോ. കണ്ടോ, നല്ല സെറ്റാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട മണമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ലിങ് ആയിട്ട് ഇടാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. ആ കൂടി ഒരു കള്ളിയേ ഉള്ളൂ. പിന്നെ ഈ ഒരു കളർ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെളി പിടിച്ചാൽ അറിയില്ല. സോ ഇങ്ങനത്തെ ഏകദേശം കളറുകൾ തന്നെയാണ്. അയ്യോ, ഈ നൂലിന് എന്താ പറയില്ലോ, ഇങ്ങനത്തെ നമുക്ക് കണ്ടിട്ടില്ലേ. ഇത് വാങ്ങിച്ചു. സെയിം ജേഴ്സിക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് വാങ്ങിച്ചത് കേട്ടോ, ബ്രൗൺ. ഇത് രണ്ടുമാണ് അവർക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചത്. അപ്പോൾ ഒരെണ്ണത്തിന് 450 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനിയുള്ളത് എനിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. എനിക്കും അലീനയ്ക്കും വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതും ബാഗ് തന്നെയാണ്, സെയിം റേറ്റ് തന്നെയാണ്. 450 രൂപ തന്നെയാണ് കേട്ടോ ഇതിനും. ഇതും ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ താഴെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇതും കുറച്ച് നമ്മുടെ കുറച്ച് കക്കകൾ, കവടി നമ്മുടെ കവടി. ഇതിനും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല, അത് പരന്നിരിക്കുന്നു. ഇതൊരു മട്ട ത്രികോണം പോലെ ഇരിക്കുന്നു. ഇതിനും ഒരു ഹോള് ഉണ്ട്. ഹോളല്ല, ഒരു കള്ളിയുണ്ട്. ഇത് അടയ്ക്കുന്നതിന് ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു ബാഗ്. അപ്പോൾ ഈ സെയിം തന്നെ അലീനയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടാണ് ബാഗ്. ഇനിയുള്ളത് വിധി ചേച്ചിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഷോപ്പിലെ ചേച്ചിക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊരു നൈസ് ബാഗ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളറ്. ഇതിന് 400 റുപ്പീസിൻ്റെ റേറ്റ് ആണ് കേട്ടോ വന്നേക്കണത്. ഇതും ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി ഞങ്ങൾ വാങ്ങിച്ച ബാഗിനേക്കാൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ട്. ഇതൊക്കെ വാഷബിളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പൂവൊക്കെ വെച്ചിട്ട് ഇതിന് ഇത്ര റേറ്റ് വന്നിട്ടുണ്ടോ. പക്ഷേ എല്ലാവരും പറയും അവിടെ നമുക്ക് എന്താ പറയുക വില പേശാന്ന്. ഞങ്ങൾ വില പേശിയപ്പോൾ ഞങ്ങൾ നല്ല ആട്ടാട്ടിയവർ. കാരണം ഇതാണ് ഇവിടുത്തെ റേറ്റ്, കുറഞ്ഞ റേറ്റ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. കുറേ നോർത്ത് ഇന്ത്യൻസ് വന്ന് 3000-4000 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് 1 രൂപ പോലും അവർ കുറച്ച് തന്നിട്ടില്ല. ഇനി വാങ്ങിച്ചിട്ടുള്ള ബാഗ് ഇതാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി തോന്നി. ഇതിന് 450 രൂപയുള്ളൂ. ഇത് പക്ഷെ നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി വൺ, നല്ല സൂപ്പർ ഡൂപ്പർ വൺ. ഒരു കള്ളിയുണ്ട്, 2 കള്ളിയുണ്ട്, ഇതിനുള്ളിലുണ്ട്, പുറത്തുണ്ട്, പിന്നെ ഇവിടെ തുറക്കാൻ പറ്റും. ഇത് നല്ല സെറ്റ് സാധനമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ. ഇവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലേ, ഇവിടെ ഉണ്ട് കേട്ടോ. 450 രൂപയ്ക്ക് നല്ല വെറുത്ത് തോന്നി. ബാക്കിയുള്ള ബാഗിനെ അപേക്ഷിച്ച് 450 രൂപയ്ക്ക് ഇത് നല്ല സെറ്റ്. ഇങ്ങനത്തെ ബാഗുകൾക്കൊക്കെ 450 രൂപയുള്ളൂ. ഇത് നല്ല വാഷബിളാണ്, നല്ലതാണ്, ജൂട്ട് പോലത്തെ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ബാഗിൻ്റെ സെക്ഷൻ കേട്ടോ. ഇനിയുള്ളത് ഞങ്ങൾ പേഴ്സണലി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. സോ അവിടുത്തെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ആമ ടേർട്ടിലിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റും കൂടിയാണ്. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ, 2 ഉണ്ട് കേട്ടോ. മഞ്ഞുണ്ട്, അതുപോലെ പേർപ്പിൾ തൊപ്പി വെച്ചതാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ കടയിലും ഉണ്ട് കേട്ടോ, എല്ലാ ഷോപ്പിലും ഉണ്ട്. ഇതിന് എത്ര 50 രൂപയോ ഒരെണ്ണത്തിന് 50 രൂപയോ വന്നുള്ളൂ കേട്ടോ. പല കടകളിൽ പല റേറ്റ് ആണ്. ചിലടത്ത് 100 രൂപ കാണാം, ചിലടത്ത് 70 രൂപ കാണാം. അങ്ങനെ പിന്നെ ഉള്ളതാണ് നമ്മുടെ അങ്ങനെ അടച്ചു വെക്കുന്നതോ അതിന്റെ മുകളിൽ വെക്കുന്ന സംഭവമാണ്. പക്ഷെ ഇതില് ഈ ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നത് കുറേ ഉണ്ട് കേട്ടോ. മണ്ടലാട്ടുണ്ട്, കുറേ ഉണ്ട്. പക്ഷെ ഞങ്ങള് ഈ ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നതാണ് വാങ്ങിച്ചോട്ടോ. ഇതിന് 100 രൂപ വന്നത്. പലയിടത്ത് 150 രൂപയുണ്ട്, പല റേറ്റ് ഉണ്ട്. പക്ഷെ ഇത് 100 രൂപയ്ക്ക് പല ഭയങ്കര മോഡൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇനി എന്താ, ഇതും കുറെ കാണുന്ന തന്നെയാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് കേട്ടോ. ഗോവ എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഷിപ്പിന്റെ മോഡലാണ് കണ്ട. ഫ്രിഡ്ജ് മാഗ്നറ്റ് അടിയിൽ ബാക്കിൽ ഒട്ടിച്ച് വെക്കാം. ഇത് പല കളറുണ്ട്, റെഡ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പച്ചിന്റെ നീലയുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു റെഡ് കളറാണ് വാങ്ങിച്ചത്. ഇത് 50 രൂപയോ 100 രൂപയാന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇനിയുള്ളത് എന്താ പറയുക, അടുത്തത് അല്ലേ
ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് അല്ല, ഇത് പക്ഷെ ഒരു കുപ്പിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഷിപ്പ് വെച്ചിട്ടുള്ളത് നല്ല രസമല്ലേ. ഇത് 50 രൂപ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഷോക്കേസ് ഐറ്റം ആയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഇനിയുള്ളത് ശരിക്കുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്. ഇതാണ് നമ്മൾ അന്വേഷിച്ചു പോയത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോ. അല്ല അയ്യോ സോറി, ഗോവ. അത് നമ്മുടെ ബസിലിക്ക ചർച്ച്. അയ്യോ വീട് തല തിരിച്ചിട്ടല്ലോ. ബസിലിക്ക ചർച്ച്, പിന്നെ അവിടുത്തെ വാട്ടർ ടൂറിസം ഒക്കെ ആയിട്ട് അങ്ങനെ വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ മാഗ്നറ്റ് എന്തായാലും വാങ്ങിക്കാറുണ്ട്. കണ്ട വാട്ടർ സ്പോർട്സ് ഒക്കെ ആയിട്ട് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചോളൂ, ഇങ്ങനത്തെ ടൈപ്പ് കേട്ടോ. പിന്നുള്ളത് ഒരു മിനിറ്റ് പിന്നുള്ളതൊരു കവടിയുടെ തന്നെ കമ്മലാണ്. ഞാൻ ഇടുമെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. 50 രൂപയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ. ഫ്രിഡ്ജ് മാഗ്നറ്റ് 50 രൂപയുള്ളൂ. പിന്നെ ഇത് 2 എനിക്ക് ബാക്കി ആർക്കെങ്കിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് കണ്ടു പറ്റാണ്ടിരിക്കാനുള്ള ഇങ്ങനെ ഒരു ചെറിയൊരു കവടിയുടെ ഫേക്കാണ് കേട്ടോ. അത് 50 രൂപയ്ക്ക് വാങ്ങിച്ചാണ് ഇതൊന്ന്. പിന്നെ ഇത് രണ്ടും സെയിം ആണ്. ഇതിന് 50 രൂപ തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും നല്ല രസം തോന്നി, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് രണ്ടും നല്ല വെർത്തായി തോന്നി. പിന്നെ ഈ ബട്ടർഫ്ലൈസിന്റെ ഇതൊക്കെ നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ. ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം മൺസൂൺ സീസൺ ആണല്ലോ. ഞങ്ങൾ എന്നപ്പോ മഴയായി, മഴ കൊണ്ടുപോയതാണ്. ഈ 2 മഴ വാങ്ങിച്ചു, കോട വാങ്ങിച്ചു. ഓരോരുത്തർ 150 രൂപയാണ് ഗൈസ്. വില പേശി തന്നില്ല. എന്നാലും 160 ഇപ്പൊ തിങ്കളാഴ്ച ചൊവ്വാഴ്ച പിന്നെ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഈ ബുദ്ധനാണ് കേട്ടോ. ഇത് ശരിക്കും 350 രൂപ. ഇത് മാത്രമാണ് എനിക്ക് വില കുറവിന് കിട്ടിയത്. അപ്പൊ ഞാൻ ചുമ്മാ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണ്ടെന്നാണ് പോകുന്നത്. അപ്പൊ അവർ 200 രൂപയ്ക്ക് അല്ല എത്ര രൂപയ്ക്ക് എടുക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 200 രൂപ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 200 രൂപയ്ക്കാന്ന് കേട്ടോ. കുറെ ബുദ്ധനും കൃഷ്ണൻ ഗണപതിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫിനിഷിങ്ങിലുള്ള ബുദ്ധൻ. അപ്പൊ ഇതൊരെണ്ണം വാങ്ങിച്ച് 200 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ബാഗൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് സ്വീറ്റ്സ് അവിടെ കുറെ കണ്ടു. അപ്പൊ സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് അപ്പൊ ബസിലിക്ക കത്തീഡ്രൽ ചർച്ചിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതവിടെ കോമൺ ആയിട്ട് ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇതൊരു സ്വീറ്റ് ആണ് കേട്ടോ. തിന്ന് നോക്കാൻ നമുക്ക് തരും. അങ്ങനെ വാങ്ങിച്ചാണ്. തിന്നപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ഇത് 50 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് കേട്ടോ. ഇതെന്താ ഓൾഡ് ഗോവ ചിക്കി എന്നാണ് അതിന്റെ പേര് കേട്ടോ. ചിക്കി ഇത് വന്നിട്ട് ബദാമൊക്കെ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, ഏതൊരു ടേസ്റ്റ്. അത് എല്ലാവർക്കും നമുക്ക് വിരിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ അനുചേച്ചി എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ് പിസ്തയുടെ മന്ദൻ സ്വീറ്റ്സ്. ഇതെന്തിട്ടാണോ അപ്പൊ പിസ്തയുടെ പേടയോ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 70 രൂപയുടെ സംഭവമാണ് കേട്ടോ. പിസ്തയാണ് ഫ്ലേവർ. പല ഫ്ലേവർ ഉണ്ടായിരുന്നു. ഞാൻ പിസ്തയാണ് വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ലഡുവാണ്. 150 രൂപ കൊണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ ഒരു പ്രത്യേകതരം ലഡുവാണ്. ടേസ്റ്റ് ഒന്നും അറിയില്ല. കനി ലഡു എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് 150 രൂപയ്ക്കാണ് വാങ്ങിച്ചാണ്. സോ ഇത്രയാണ്. പിന്നെ നല്ല എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഫുഡൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരുന്നു അല്ലേ പറയുക. ഇത്രയ്ക്ക് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ സ്ഥലങ്ങൾ കാണാൻ പോയി. നല്ല റേറ്റ് ആയിരുന്നു കാര്യങ്ങൾക്കൊക്കെ. പിന്നെ മഴയായ കാരണം മഴ എൻജോയ് ചെയ്ത് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടു. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ പറയൂ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.